ഒരിക്കൽ കൂടി ചരിത്ര വിജയമായിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. വേൾഡ് ഗിന്നസ് റെക്കോർഡിലേക്ക് ഇന്ത്യൻ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അണിനിരന്നുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മുടെ കോഴിക്കോട് ബീച്ച് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭൂപടം വരച്ചിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് ബീച്ച് ആളുകൾ കൊണ്ട് അതിമനോഹരമായിട്ടാണ് അണിനിരന്ന് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആ ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ കോർഡിനേറ്ററായിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കോർഡിനേറ്റർ ടീമിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലൂ, അതായത് ബ്ലൂ ടീഷർട്ടും ബ്ലൂ ക്യാപ്പുമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന യൂണിഫോം. ഞങ്ങളാണ് ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാക്കേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ്, സിക്കിം, ഓക്കെ, വെരി ഗുഡ്. ആ കോർഡിനേറ്റേഴ്സ് ആരാ അവിടെ നിൽക്കുന്നത്? അവിടെ ബ്ലാക്ക് രണ്ടാളുകളുണ്ട് സൈഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്ത് രണ്ടുപേരും നിൽക്കുന്നു. കണ്ടിട്ട് എനിക്ക് കുളിര് കോരുന്നു. ഇന്ത്യയുടെ ഭൂപടം നോക്കൂ. ആ വൈറ്റിന്റെ അവിടെ ഒരാൾ നടന്നു കളിക്കുന്നുണ്ടല്ലോ. ദയവ് ചെയ്ത് ആ സ്ഥാനത്ത് നിൽക്കുക. ഈ ആസാമിന്റെ അടുത്തേക്ക് ഇവിടെ ഇതിന്റെ മുകളിൽ ഇവിടെ ആരാ നിൽക്കുന്നുണ്ടല്ലോ? ഇവിടെ അല്ലേ? ആ, ഇത് നമ്മളായിരുന്നു. ഞാൻ കുറെ നേരം പറയണേ. ഓക്കെ ഓക്കെ ഓക്കെ. ദയവ് ചെയ്ത് അവിടുന്ന് കുറച്ച് നമ്മുടെ സിംഗേഴ്സ് കാണില്ല. അവര് എത്രയും നേരം അവര് വന്നതാണ്. ദയവ് ചെയ്ത് നമ്മുടെ വോളണ്ടിയേഴ്സ് നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ? ഒരു ലേശം വോളണ്ടിയേഴ്സ് ഇവിടെ ആ സൈഡ് ഒന്ന് മാറ്റിയേ. രാപ്പകലില്ലാതെ 2 ദിവസം കഷ്ടപ്പെട്ട് വരച്ചെടുത്ത നമ്മുടെ ഇന്ത്യൻ ഭൂപടം, ആ ഭൂപടത്തിൽ അണിനിരന്നിരിക്കുന്ന ഓറഞ്ച്, വെള്ള, പച്ച, അതൊരു കടലാസോ അല്ലെങ്കിൽ ഒരു പൂക്കളോ അതൊന്നുമല്ല, നമ്മൾ മനുഷ്യരാണ്. എല്ലാവരും ഹാപ്പിയാണോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം. ഇന്ത്യയിൽ 147 കോടി ജനങ്ങളുണ്ട്. എത്ര കോടി? 147 കോടി ജനങ്ങളിൽ 145 കോടി ജനങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാത്രം ജനിച്ചവരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജനിച്ച 1.5 കോടി ജനങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 30 കോടിയായിരുന്നു. ഇന്നുള്ള രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 32,87,283 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിസ്തൃതി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ കേരളത്തിലുള്ളത് വെറും 3,60,00,000 പേർ മാത്രമാണ്. പക്ഷെ ആ 3,60,00,000 പേരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനസമൂഹം ഇതാ ഈ കോഴിക്കോടിന്റെ കടപ്പുറത്ത് വന്നുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടം തീർത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂപടം തീർത്തിരിക്കുമ്പോൾ ഇന്ത്യയുടെ നിറക്കൂട്ട് ഓറഞ്ച് കളറും വെള്ള കളറും പച്ച കളറുമായി അലയടിക്കുന്ന തിരമാലകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പാട്ടിന്റെ കൂട്ടുകാർ 2025 തിരുവനന്തപുരത്തെ കനകക്കുന്ന് മൈതാനിയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃകയിൽ നിന്നുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനം ആലപിച്ച് റെക്കോർഡിട്ടവരിതാ കേരളത്തിന്റെ ഹൃദയഭൂമിയായ കോഴിക്കോട്ടേക്ക് വന്നുകൊണ്ട് 10,000 പേരെ അണിയിച്ച് നിർത്തിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എത്ര പേരെ? 10,000 പേരുണ്ടാകുമെന്നാ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന നിമിഷം സർട്ടിഫിക്കറ്റ് നമ്മുടെ നയാസ്ക ഏറ്റുവാങ്ങുന്നു കേട്ടോ. ആ വിഷയിലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളോട് സഹകരിച്ച സ്പോൺസേഴ്സിനും സിംഗർക്കും കട്ടയ്ക്ക് നിന്ന് കൂടെ നിന്ന് എല്ലാവർക്കും നമ്മുടെ ഓഡിയൻസ് ആയിട്ട് നിന്ന് എല്ലാവർക്കുമുള്ള നാസ്കയുടെ ഈ ഒരു സംഘടനയുടെ പാട്ടിന്റെ കൂട്ടുകാരുടെ ഈ സൗണ്ട് ആൻഡ് ലൈറ്റ് എല്ലാവരും ഉൾപ്പെടുത്തി വ്യക്തമാക്കിയാണ് നന്ദി പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ വേണുചേട്ടന്റെ പുസ്തകം
അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. ആ ഫോട്ടോകളാണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ഞാൻ അയാസ്കൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച മാഷുണ്ട്, മാഷ കൂടെ ഫോട്ടോ എടുത്തു. സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങൾ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തു. നമ്മുടെ വിജയേട്ടനാണിത്, വിജയേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നും ഫോട്ടോ എടുത്ത് ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോന്നു. പ്രത്യേക ടെൻഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് പൈസ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അതാത് കോർഡിനേറ്റേഴ്സ് തരും. അതെല്ലാം